അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വന്നില്ലേ? അതാരാ? എന്താ നിനക്ക് വീഡിയോ കോൾ ചെയ്യും? അവൻ എന്ന് എനിക്ക് വീഡിയോ കോൾ ചെയ്യായിരുന്നു. നമ്മൾ ഹാരിസ്ക കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഹാരിസ് ഖാൻ കൊച്ചി സച്ചുണ്ട് ഇവനുണ്ട്. വീഡിയോ കോളിൽ സൽമാനും ഉണ്ട്. അൽഫാമും കുബൂസും കഴിക്കുന്ന നിർത്തിയില്ലല്ലോ. എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതാണ്. നിന്റെ എന്താ പറയണ്ടത്? സ്വകാര്യാണോ? സ്വകാര്യൊക്കെ എന്റെ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ഫോൺ നശാക്കണം. എന്ത് വന്നില്ല ട്രിപ്പിന്? വലിയ ഡയലോഗ് കിട്ടണ്ടായിരുന്നല്ലോ. പറയുമ്പോ കൂട്ടത്തില് കൊണ്ടാട്ടിയില്ലേ? പറഞ്ഞ് അവനുണ്ടാവും, അവനുണ്ടല്ലോ. അവനന്ന് ഞാൻ ചോദിച്ചപ്പോ കോപ്പിറൈറ്റ് അടിക്കും. മൊത്തം മഞ്ഞാണ്. അത് ശരിയടാ. അവന്റെ ക്യാമറന്റെ അടിച്ചു പോയിക്കണ ഒരു സൈഡിൽ കൂടെ വരാണ്ട. പർപ്പിൾ കളർ ലെഫ്റ്റ് സൈഡ് പോയി. എല്ലാരും പൈസ ഇവിടെ അറിയിക്കും. എല്ലാരും പൈസ തന്നിട്ട് ഇവിടെ അറിയിക്കുന്നത്. സ്പീക്കറിൽ ഇട്ട് പറയും. 100 ജി പേ ₹1000 ഒക്കെ ചെയ്തിട്ടേ ബാക്കി 999 രൂപയ്ക്ക് കടലമുട്ടായി കൊടുക്കാണ്. എടാ നീ കട്ട് ചെയ്താ? നീ എന്തായാലും എന്റെ സംസാരിക്കാൻ പോലുള്ള. ഇത് തടുക്കശ്ശേരിയല്ല, ഇത് കാക്കനാടാണ്. നമുക്കേ ഇവിടെ TV ഉണ്ടോ? ഇവിടെ മറ്റേ ഡാനിയൽ ഡിസ്പ്ലേ ഇട്ടാലോ? നിന്നെ വെല്ലു വിളിച്ചോണ്ട് പക്ഷെ അവനെ നാട്ടുപുറത്തേക്ക്. ജാസി ഇവിടെയുണ്ട്. ജാസിക്ക ആശിപ്പോ അടുത്ത ട്രെയിനിൽ കയറി വരും. അപ്പൊ നിങ്ങളവിടെ മൈൻഡ് സെറ്റായ ചെക്കൻ വരും കേട്ടോ. അവരാണ് ഇവനെ ഈ ജില്ല മൊത്തം കഞ്ചോടുത്ത്. അപ്പൊ അതേ റൂമിലായിരുന്നു. കള്ളപ്പന്നി വിളിച്ചിട്ടേ ഒരാള് വിളിച്ചിട്ട് ഇവിടെ അത് എവിടെ അത് സെന്ററിന്ന് മേലേക്കോ മുത്തേ എനിക്കറിയാം. ഞങ്ങള് മാപ്പിടെ തന്നെ വന്ന് വണ്ടി കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തിട്ട് നമ്പർ പ്ലേറ്റെങ്കിലും കിട്ടിയാൽ മതി. കമ്പനി യൂണിക്കോൺ തപ്പിട്ട് പൊണ്ണേ. ആദ്യം പോണെങ്കിൽ ഒന്നെങ്കിൽ തൃശ്ശൂര് പൊളിവാർക്കറ്റ് നോക്കാം, അല്ലെങ്കിൽ വാളയാറല്ല ഉക്കടൊക്കെ പോയി എത്ര യൂണിക്കോൺ കിട്ടും? സമാധാനം ഉണ്ടാവല്ലോ. മാനേജറിന് ഒരു മാസം ലീവ് വെച്ചിട്ട് യൂണിക്കോൺ തപ്പിട്ട് വരാന്ന്. പാപ്പാക്ക് മറ്റേ ഇതാ വണ്ടിപ്പണിയാണ്. തപ്പി പോവാനൊക്കെ പറ്റും. ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേറ്റർ മോഡൊന്ന് ഓണാക്കിയാണ്. ഏത് കൊല്ലാതെ അവന്റെ പൾസർ നമ്പർ പ്ലേറ്റ് മാത്രമെങ്കിലും കിട്ടിയാൽ മതി. പറഞ്ഞ എന്തിനാടാ നമ്പർ പ്ലേറ്റ്? ഒരു സമാധാനത്തിന് വേണ്ടിട്ടാടാ. നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടിയാലും ഇപ്പൊ ഓടുന്നുണ്ടോ അതോ ആരെങ്കിലും കൊണ്ട് വിറ്റോ പൊളിച്ചു വിറ്റോന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. ജാസിന്റെ യൂണിഫോൺ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, കള്ളന്മാരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക. DM ഇയാളെ നമ്പർ അടിയിൽ കൊടുക്കുക. നമ്പർ വേണ്ട, പൊങ്കലേക്ക് പിന്നെ ChatGPT-ൽ നീ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ ഫാൻ ആയത്? കുറച്ചുകാലം ബാംഗ്ലൂർ പോയി നിന്നില്ലേ? സംഭവം തന്നെയാണ് സംഭവം. അതായത് കേരളം എന്തായാലും ഇല്ല. കൊച്ചി ടെസ്കസ് ഞാനത് പറഞ്ഞത്. അതായത് നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ജാസി ആർക്കും പിടുത്തം തരാത്ത ഒരു പുസ്തകമാണ്. അതായത് കാജമാമൻ എന്താ വിളിക്കുക, ഉണ്ണി ഇങ്ങോട്ട് വാടാന്ന്.
അപ്പൊ നമ്മളെ അടുത്ത സ്പോട്ടായ നമ്മൾ അങ്ങോട്ടാ പോണി. സ്റ്റേഡിയം. നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് പോകുന്നു അടുത്ത ചായ കുടിക്കാൻ. നമ്മളിപ്പോ കാക്കനാട് റൂട്ട് വഴി ബസ്സിന്റെ കുട്ടി വഴി അല്ല നമ്മളിത് തന്നെ നമ്മൾ അധികനല്ലേ കയറി വന്നു. ഈ വണ്ടി എടുക്കണേ സച്ചുനിത് പറയാട്ടോ. സച്ചു പറയും സ്റ്റേഡിയത്തിൽ മറ്റേ പാലാറ്റോട്ട് സ്റ്റേഡിയം അങ്ങനല്ലേ മേലേക്ക് നമ്മള് അത്രയും പെട്ടെന്ന് നമ്മള് സ്റ്റേഡിയം എത്തുന്നു. സ്റ്റേഡിയം കുറച്ചു കിടന്നു. അതാണ് നമ്മുടെ നൈറ്റ് ലൈഫ്. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഇത്രയല്ല ഇതില് മേലെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു തേങ്ങ അറിയാത്തോണ്ട് നമുക്ക് ഇതൊക്കെയാണ് നൈറ്റ് ലൈഫ്. നമ്മുടെ നാട്ടിലാവുമ്പോൾ ഇതാ ചെയ്യുന്നത്, കൊച്ചിയിലാവുമ്പോൾ ഇതാ ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു നൈറ്റ് ലൈഫ് ഇല്ല. അവർക്ക് എന്തൊക്കെയാ ചെയ്യും. നമ്മളവിടെ ഇത് ജാസ്തി ചെയ്യുകയാണ്. പക്ഷെ എങ്ങനെയുണ്ട് കൊച്ചിയില്? കൊച്ചിയിൽ വന്നിട്ട് 1.5 വർഷമായെങ്കിലും സത്യം പറയാനോ മച്ചാനെ ഇതുവരെ ഒന്നും നടന്നില്ല. അതാരോ പോണു ഗൈസ്. നമ്മുടെ കൊച്ചിയിലെ റോഡാണിത്. കൊച്ചിയിലെ റോഡ് അത് മതി. ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ പോവാം. അറിയല്ലേ അത് നമ്മൾ ഇവിടുന്ന് പോലീസ് പിടിച്ചത് ഓർമ്മ ഉണ്ടാവും. എന്ന് അല്ല നമ്മള് ഇവിടെ പോയില്ലേ, അത് ഈ വഴിയല്ല തോന്നുന്നു. എവിടെ പോയി? ആലുവ പോയിട്ടേ 100 ഗോള് കൊണ്ടിട്ട് വന്നില്ലേ. ആലുവ നമ്മള് കളിക്കാൻ പോയി ഓർമ്മ ഉണ്ടാവും. ആലുവല്ല, കളമശ്ശേരി എത്തിയ ആലുവ എത്തണ്ട, കളമശ്ശേരി കൂടെ. അത് ഈ റോഡല്ല, പക്ഷെ ഈ റോഡ് കൂടെ കണക്ട് ആവും. ശരിയാ നമ്മള് ടർഫ് കളിക്കാൻ പോയത് ഇല്ലേ. അവന്മാരുടെ ഹാരിഫ് ഖാന്റെ വണ്ടി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഹാരിഫിന്റെ ഞാൻ പറഞ്ഞിരിക്കുന്ന പാലാരിവട്ടം പോയിട്ട് വരാന്നാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ പാലാരിവട്ടം പോയി. ഇതിപ്പോ നമ്മൾ എങ്ങോട്ടാ പോകണ്ടേ? അവിടെ ഇതെടുത്തിട്ട് യൂട്ടേൺ എടുത്തിട്ട് കറക്റ്റാ യൂട്ടേൺ എടുത്തിട്ട് അങ്ങോട്ട് നേരെ പോയാൽ മതിയായിരുന്നു. അടാ നേരെ അത് പിന്നെ നമുക്ക് സിഗ്നൽ കിട്ടില്ല. മറ്റേ നമ്മള് സിഗ്നലിൽ നിൽക്കണം. നീ ചെയ്ത ബുദ്ധി പരിപാടി തന്നെയാണ്. നീ മണ്ടനാണെങ്കിൽ അവനൊരു ബുദ്ധിമാൻ തന്നെ. വണ്ടിട്ട് വെച്ചില്ലെങ്കിൽ നമ്മൾക്ക് നാളെയും കാണാം. ജാസിക്ക വണ്ടി ഓടുന്നു. എല്ലാം ഞാൻ പോവില്ല. വേണ്ടാലേ. എടാ എന്റെ ഐഡിയോളജി അല്ല, എന്റെ ഇൻഡ്യൂഷനെ നീ ചോദ്യം ചെയ്തു. ഇതൊന്നും ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മള് വണ്ടി ഇരിക്കും. നമ്മളില്ല സ്റ്റീറിംഗില്ല ഹാൻഡിലില്ല. അല്ല അവന്മാരത് പറ, സ്റ്റേഡിയം അവന്മാരും കേട്ടിട്ട് വരുമല്ലോ. വേറെ ഏതെങ്കിലും വഴി കൂടെ എങ്ങനെ വരട്ടെ, നമ്മളെന്തായാലും എത്തണ്ട. അവിടെ തമാം കുഴിമന്തി മന്തി വെച്ചില്ല. അവിടെ ഇവിടെ കുങ്കും മന്തി കണ്ടിട്ടോ. അങ്ങനെ ഒരു മന്തി കട ഉണ്ട് അവിടെ. മധുമൂത്ത് സ്റ്റേഡിയത്തിനോട് ഉണ്ടോ? ഞാൻ മധുമൂത്ത് വെച്ചില്ല. അവിടുന്ന് നല്ല സ്ഥലത്ത് പോയി മധുര കഴിക്കും. ഞങ്ങൾ പോയ അവിടെ കൂടുതലും എണ്ണയായിരുന്നു. അത് തുറക്കണം കേട്ടോ, അത് സീനാണ്. നമ്മൾ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മൾ സ്റ്റേഡിയം എത്തി, കലൂർ സ്റ്റേഡിയം. ആരെങ്കിലും നോക്കുന്നു? ചെക്കന്മാര് വരുന്നല്ലേ. നമ്മള് അങ്ങനെ കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഹാരിഫ് ഖാൻ, ജാസി ഉണ്ട്, ബിച്ചി ഉണ്ട്. ബിച്ചി ഇല്ലല്ലേ, സോറി.
രണ്ടു ദിവസം ലീവ് എടുത്ത് ഞങ്ങളെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അല്ലാണ്ട് അപ്പച്ചിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. അപ്പച്ചി തെറ്റിദ്ധരിക്കരുത്. ഇമ്മാനെ കൊണ്ടാക്കണം എന്ന പേരിൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണണമെന്ന്. എന്നെയും ജാസിനെയും പിന്നെ ആരുടെ സച്ചു എന്നല്ല അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ കാണാൻ പറ്റും. നമുക്ക് ജാസി മധുകൂത്ത് കഴിച്ച കഥ പറയാം. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ജാസി? ഞങ്ങളൊരു വണ്ടിക്കുള്ള ആളുണ്ടായിരുന്നു. വണ്ടിക്ക് ഒരു 7 ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, 7 ആള് വന്നിട്ട് ഇവിടുന്നാണ് മധുകൂത്ത് കഴിച്ച്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ആദ്യത്തേതും അവസാനത്തേതും. ഇനി നല്ല മധുകൂത്ത് കിട്ടുന്ന സ്ഥലത്ത് പോയി കഴിക്കും. ഇവിടെ റൈസ് ഒക്കെ ഭയങ്കര ഒട്ടി കൊണ്ട് ആയിരുന്നു. ഫ്ലഫി ആയിരുന്നു. അതായത് പിന്നെ ഫുള്ള് ഓയിലും. അതായത് മധുവത്തിൽ ഓയിൽ പാടില്ല എന്നാ ജാസ്തി വെള്ളത്തിലുണ്ടാക്കണം. ഓയിലി ഫുഡുകൾ ജാസ്തി ഒഴിവാക്കുക. ഹെൽത്തി നേച്ചറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഞാനൊക്കെ മയണൈസ് ഒക്കെ ഇട്ടിട്ട് അടിക്കും. മയണൈസ് ഇപ്പൊ കുറച്ചിരിക്കാം. മയണൈസ് ഒക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. തിരിക്കാൻ പറ്റില്ല. അച്ഛവിടെ വലിയ കിട്ടൂ. തല്ലുകൊള്ളണ അതായത് എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് നോക്കോ. യൂട്യൂബ് ചാനൽ നോക്കുമ്പോ തന്നെ 36 സബ്സ്ക്രൈബ് അടിക്കണ വരെ പറയും. ഓരോ കഴപ്പത്തിനെ കൊണ്ട് പറയും. ഇന്ത്യ പറഞ്ഞ ഞാനായിട്ട് 36 സബ്സ്ക്രൈബേഴ്സിൽ 14 എന്റെ ഫേക്ക് അക്കൗണ്ടാ. കൂടിയുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് അറിയണ്ടല്ലോ. ഇവിടെ 1.2 മില്യൺ വന്നവര് തല്ലുകൊണ്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെയാണ് 36. ഇവൻ എന്തിനും എന്റെ പിന്നാലെ മാത്രമേ നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. എന്റെ 3 പേര് ക്ലാസിന്റെ അങ്ങനെ ബൂസ്റ്റ് വിളിക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. കൊച്ചിയില് ബൂസ്റ്റ് കുളിക്കാൻ ബൂസ്റ്റ് കുലിക്കിയത് കുടിക്കുന്നു. പെരുന്നാൾ നിലാവ് പോലെ വന്നത് ആര് ജാസി കമ്മിങ്. തോളെ കൂടി ഇട്ടമായേ എങ്ങനെയൊന്ന് തോളാണ് എന്റെ ആ തോളയിൽ താഴ്ത്തി വെച്ചിട്ട് കുടിക്കാൻ ഐസ് കഴിക്കാൻ സ്പൂണ് അടിക്കാല്ലേ. ഐസ് ഇങ്ങനെ കലക്കി അലിയിപ്പിക്കണം. അപ്പൊ സ്ട്രോ ഒടിഞ്ഞു പോയാലോ? ഒടിഞ്ഞു പോയി വേറെ ഒടിഞ്ഞു പോത്തിന് 19 സ്ട്രോ ഒടിച്ചിരിക്കും. അവസാനം പാക്കറ്റോടെ തന്നിട്ട് 40 രൂപന്റെ എത്ര സ്ട്രോ? ഒരു പാക്കറ്റ് സ്ട്രോ. ഇത് പൊട്ടയുടെ എന്താ കഴിക്കുന്ന സ്പൂണ് കാട്ടിയത്? അടുത്ത് പൊട്ടിയാണ് ശരിക്കും. ഞാൻ പോയി സ്ട്രോ അടിച്ചത്. എന്ത് കണക്കിലാണ് കളിക്കുന്നത്? ഇപ്പൊ എത്ര കാലം എന്താ കാട്ടിയിരുന്നത്? അവന്റെ 120 വെച്ചിട്ട് എത്ര സിനിമ പിടിച്ച്? പുതിയ വീട്ടിൽ സാധനം കാണാനുണ്ട്. വീട് വരുമ്പോ കാണി ഏത് പൂക്കിയാ? അതിന്റെ ഇത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. കഴിച്ചു. എന്താണ് എക്സ്ട്രാ സീനുണ്ട് വരുമ്പോ കാണുന്നത്. ഇച്ചിന്റെ കഴിവ്. എടാ എന്താ വണ്ണം കമ്മിയത്?
സജനാ റസാ ए सजनी रे बदला नहीं है मौसम जरा सा हुआ है यार तू तो बदला नहीं है मौसम जरा सा रूठा हुआ आए मर जा जो तुझको ना पाऊं बातों में तेरी में तेरी तो लम्हा तेरा नाम तुझको दिखा. Okay, bye, abo guys. We are winding up in the day. We are every കാക്കനാട് സൈഡ് പോണു. ആ മതിയോ അച്ഛക്ക നന്നായി നിർത്തിയാണ്. അപ്പൊ നമ്മള് ഇവര് കാക്കനാട് പോണു, ഞങ്ങൾ പാലാരിവട്ടത്തേക്ക് പോണു. പാലാരിവട്ടല്ല, ഞങ്ങൾ കരൂർക്ക് പോണു. ഓക്കെ ബൈ ഗൈസ്, അപ്പൊ നമ്മൾ നാളെ കാണാം. ഓ നമ്മൾ പിരിയാണ്. ഓക്കെ ബൈ. ഇതൊന്ന് പിടിച്ചടാ. എന്ത് ഓണാക്കാനുള്ള സ്വിച്ച് ഓഫ് ആണല്ലോ. ഓണാക്കണ സ്വിച്ച് ഓഫ് ആവുള്ളൂ. നമ്മൾ പിരിയുകയാണ് ഗൈസ്, നമ്മളെല്ലാം പോകണില്ല. അപ്പൊ അടുത്ത വ്ലോഗിലേക്ക് കാണാം. ഓക്കെ ബൈ.